പഴം വെച്ചിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ടേസ്റ്റിൽ ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പാകത്തിന് പഴുപ്പായിട്ടുള്ള പഴം വേണം എടുക്കാൻ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കാം. കൂടെ തന്നെ കുറച്ച് കിസ്മിസും എടുത്തിട്ടുണ്ട്. ഏകദേശം ആയി വരുന്ന സമയത്ത് വറുത്ത് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് പഴുപ്പ് കൂടിയ പഴം എടുക്കരുത്, പാകത്തിന് പഴുപ്പുള്ള പഴം എടുക്കുക. പിന്നെ തീരെ പഴുക്കാത്ത പഴം എടുക്കരുത്. ചെറിയ പഴമാണെങ്കിൽ 2 എടുക്കാം. പഴം ഏകദേശം വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ പഴം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ അവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചെറിയൊരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോറിന് പകരം മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ കസ്റ്റാർഡ് പൗഡറോ എടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഓപ്ഷനാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടോ പാല് ചേർത്തിട്ടോ ഇത് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇതിലേക്ക് മിക്സാക്കി വെച്ചിട്ടുള്ള മിക്സ് കൂടെ ചേർത്ത് കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവിച്ചിട്ട് കുറുക്കിയെടുക്കാം. ഒരുപാട് കുറുകി പോണമെന്നില്ല. ഈ ഒരു സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിക്ക് പകരം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് കോൺഫ്ലവർ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴത്തിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ പഴം കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഡെസേർട്ട് ഐറ്റം വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണിത്. ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാൾ ഒന്നും കൂടി ടേസ്റ്റ് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ്. മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴം ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ നട്ട്സും ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിൻ്റെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.